ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സ്റ്റെപ്സ് പരീക്ഷയ്ക്കും അതിനോടൊപ്പം USS പരീക്ഷയ്ക്കും തയ്യാറാകുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ള ചോദ്യങ്ങളാണ്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. QR കോഡ് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം ലിങ്ക്, വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നോട്ടുകൾ ഡെയിലി എക്സാമിന് ജോയിൻ ചെയ്യുന്നവർ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. വ്യക്തികളുടെ പേരും അതിനോടൊപ്പം അവരുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. വീരശൈവ പ്രസ്ഥാനവും കൃഷ്ണഭജനകൾ, ലങ്കാർ, ദോഹകൾ തുടങ്ങിയ പദങ്ങളും അതിനോടൊപ്പം ഏതിനോട് യോജിച്ചു വരുന്നു എന്നുള്ളതുമാണ്. ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം 1-2 എണ്ണം പഠിച്ചേക്കുന്ന ഒരാൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നോട്ടുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്, നോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ബസവണ്ണയുമായി ബന്ധപ്പെട്ട ആശയം എന്ന് പറയുന്നത് അനുഭവ മണ്ഡപമാണ്. എന്താണ് അനുഭവ മണ്ഡപം എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് എ സ്പിരിച്വൽ ഫോറം ഫോർ ഓപ്പൺ ഡിസ്കഷൻസ് ആൻഡ് നോളജ് ഷെയറിംഗ്. ഒരു ആത്മീയ ചർച്ചാവേദി എന്ന് പറയാം. ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേര് വചനങ്ങൾ എന്നാണ്. ഇനി ഈ ചർച്ചകളുടെ പ്രത്യേകത എന്താണ്? ഇതിപ്പം ഒരു ബുള്ളറ്റായിട്ട് നമുക്ക് 4 ഓപ്ഷനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണമെങ്കിൽ: ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ഈ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന് വിളിച്ചു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ തുടങ്ങിയ ആശയങ്ങൾ വരുന്നു. അപ്പോൾ ഈ ആശയങ്ങൾ യോജിച്ചത് ഏത്, യോജിക്കാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഒരുപക്ഷെ നൽകപ്പെടാം. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അത് ബസവണ്ണയാണ്. 2025 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് അതായിരുന്നു. ബസവണ്ണയുടെ കാഴ്ചപ്പാടുകൾ ഏതെല്ലാം ആശയങ്ങളിൽ ഊന്നിയായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹിക നീതി, വ്യക്തി ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഇനി മറ്റൊരു ചോദ്യം മറ്റൊരു പാഠവുമായി ബന്ധപ്പെട്ട് USSന്റെ പ്രീവിയസ് ചോദ്യം തന്നെയാണിത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഇത് ഡയറക്റ്റ് ആയിട്ട് മോർ ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ആ ഒരു പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് അന്തരീക്ഷ പാളികൾ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ട്രോപ്പോസ്ഫിയർ തൊട്ട് എക്സോസ്ഫിയർ വരെയുള്ള ഭാഗങ്ങൾ. അതിൽ കോഡായിട്ട് നിങ്ങൾക്ക് ദ സ്മാർട്ട് മങ്കി ടോക്സ് എന്നുള്ളത് ആലോചിച്ചേക്കാം. എക്സ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതും നല്ലൊരു ടോപ്പിക്കാണ്. ഇതിന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും പാഠങ്ങളെ ഊന്നിയായിരിക്കും. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഇന്ന വെയിറ്റേജിൽ മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു പാഠം നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോയെന്ന് വെച്ചാൽ അതിൽ 10-20 മാർക്കിന് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാ പാഠങ്ങൾക്കും അതിൻ്റെതായ വെയിറ്റേജുകളുണ്ട്. ആ വെയിറ്റേജിനനുസരിച്ച് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങളും നോട്ടുകളും വരുന്നത്. US നോട്ടുകളോ ഡെയിലി എക്സാം സീരീസ് ജോയിൻ ചെയ്യുന്നതിനോ വേണ്ടി നിങ്ങൾക്ക് ജോയിൻ എന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും. നമ്മുടെ ലിങ്ക്, വാട്സാപ്പ് ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം QR കോഡ് സ്കാൻ ചെയ്ത് വരുന്നവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ്. നാളെ രാവിലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും